ഇപ്പം നമ്മളുള്ളത് ടൊറോണ്ടോ എയർപോർട്ടിലാണ്. ഇത്തവണ നമ്മൾ നമ്മുടെ 3rd വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് മെക്സിക്കോയിലെ കാൻകൂണിലേക്കാണ് പോണത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ബോർഡിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലെയർ എയർലൈൻസിലാണ് നമ്മൾ പോണത്. എന്തായാലും ഒരു അടിപൊളി ട്രിപ്പായിരിക്കും. അപ്പം ഞാൻ നിങ്ങളെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. എക്സൈറ്റഡ് ആണോ? അടിപൊളിയല്ലേ? അടിപൊളിയാക്കല്ലേ ട്രിപ്പ്. ഞങ്ങൾ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. പിന്നെ അവിടുത്തെ ഇൻഫർമേഷൻസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണതായിരിക്കും. ഞങ്ങൾ ഈ തവണ ട്രിപ്പ് പോയത് വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വർക്കുണ്ടായി. സോ അവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് കരുതി ടൊറോണ്ടോ എയർപോർട്ടിൻ്റെ അടുത്തുള്ള കാർ പാർക്കിങ്ങിൽ കാറ് പാർക്ക് ചെയ്തിട്ടാണ് പോയത്. 6 days പാർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് $50 ആയി. ഓൺലൈൻ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ വലിയ ഡിലേ ഒന്നും ഉണ്ടായില്ല. ചടപടേന്ന് കാര്യങ്ങളൊക്കെ സെറ്റായി. അപ്പം തന്നെ അവരുടെ ഷട്ടിൽ സർവീസിൽ നമ്മളെ ടെർമിനലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇറക്കി. ഇതൊരു നല്ല ഓപ്ഷനാണ്. ഞാൻ ഇവരുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ യൂസ് ചെയ്യാമല്ലോ. മെക്സിക്കോ ലാൻഡ് ചെയ്യാറായപ്പോൾ നമ്മളോട് ക്യാപ്റ്റൻ വിൻഡോയിൽ കൂടെ പുറത്തേക്ക് നോക്കാൻ പറഞ്ഞു. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ ഈ വ്യൂ കാണാനായിട്ട്. ഫൈനലി ഞങ്ങൾ മെക്സിക്കോ എത്തി ഗൈസ്. എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കുറേ കമ്പനികളുടെ പ്ലക്കാർഡും പിടിച്ച് ടാക്സി സർവീസിൻ്റെ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. ബട്ട് ഞങ്ങൾ ഓൾറെഡി എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്യാനും തിരിച്ച് പോകുമ്പോൾ ഇവിടെ ഡ്രോപ്പ് ചെയ്യാനും ഉള്ള ടാക്സി സർവീസ് ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് യൂസ് ആയാലോ. ഗൈസ്, ഞങ്ങളുടെ റിസോർട്ട് പ്ലായ ഡെൽ കാർമലിലാണ്. എയർപോർട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 45 minutes ഡ്രൈവ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ടാക്സി ചേട്ടൻ ഒരു അടിപൊളി മനുഷ്യനായിരുന്നു. ഞങ്ങൾക്ക് സിം എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള ഒരു കമ്പനിയിൽ കൊണ്ടുപോയിട്ട് പുള്ളി തന്നെ സംസാരിച്ച് നമുക്ക് $5 പ്ലാൻ ഉൾപ്പെടെ സിം എടുത്ത് തന്നു. സിം മസ്റ്റ് ഹാവ് ഒന്നും അല്ല, പക്ഷെ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് നെറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഇൻ കേസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കണമെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും സിം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ റിസോർട്ട്, ഗ്രാൻഡ് സൺസെറ്റ് പ്രിൻസസ്. ഞങ്ങൾ എക്സ്പീഡിയ ത്രൂ ആണ് ബുക്ക് ചെയ്തത്. അത് ഓൾ ഇൻക്ലൂസീവ് പാക്കേജാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. 2 പേർക്കും കൂടി $3200 ആയി. ഇതിൽ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റും 6 daysനുള്ള റിസോർട്ട് സ്റ്റേയും ഫുഡും ഡ്രിങ്ക്സും ഫ്രീ ആണ്. അതും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എന്തോരം വേണമെങ്കിലും കഴിക്കാം, കുടിക്കാം. നമ്മുടെ റിസോർട്ടിൽ 20 റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ബാർസ് ഉണ്ട്. ഞാൻ റിസോർട്ടിൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനതൊരു വേറെ വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാം. നമ്മൾ ചെന്ന ടൈമിൽ ലഞ്ച് ബഫെ ക്ലോസ് ആയിരുന്നു. ബട്ട് 24 hours ഓപ്പൺ ആയിട്ടുള്ള സ്പോർട്സ് ബാറിൽ കയറിയിട്ട് ഞങ്ങൾ സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ വിശപ്പടക്കി. ഷാമ്പൂ കണ്ടീഷണറും ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ലോക്കറുണ്ട്. വിഷ്ണുടെ കുളിക്കുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഒളിച്ചു നോക്കി കാണാം. ഈ റൂമിന്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് എനിക്കറിയോ? വിഷ്ണുടൻ ഈ റിസോർട്ട് ബുക്ക് ചെയ്യാനുള്ള മെയിൻ കാരണം റൂമിന് നേരെ ഇറങ്ങി നമുക്ക് കുളിക്കണം. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് കുളി ചടാൻ പോവാണ് ഗൈസ്. റൂമിൽ ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്. അതിൽ ഡ്രിങ്ക്സ്, ബിയർ, വാട്ടർ എല്ലാം ഉണ്ട്. ഡെയിലി ഹൗസ് കീപ്പിങ്ങിൻ്റെ ആൾക്കാർ വന്നിട്ട് റീഫിൽ ചെയ്തും വയ്ക്കും. അത് നൈറ്റ് ഡിന്നർ കഴിക്കാൻ ഞങ്ങൾ ഇവിടെയുള്ള ബഫേ റിവറയിലാണ് കയറിയത്. അലാകാർട്ട് റെസ്റ്റോറൻറ്റ്സ് ഞങ്ങൾ വന്ന ദിവസമൊന്നും ഉണ്ടായിരുന്നില്ല, റിസർവേഷൻസ് ഫുള്ളായിരുന്നു. നമുക്ക് അലാകാർട്ടയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ റിസർവ് ചെയ്യണം. പൈസയൊന്നും വേണ്ട, കാരണം നമ്മുടെ ഓൾ ഇൻക്ലൂസീവ് പാക്കേജിൽ അത് ഇൻക്ലൂഡഡ് ആണ്. ബട്ട് റിസർവ് ചെയ്ത് വയ്ക്കണം. ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ള ദിവസത്തേക്ക് ഞങ്ങൾ അലാകാർട്ട് റെസ്റ്റോറൻറ്റ്സ് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേറൊരു ഡീറ്റെയിൽഡ് റിസോർട്ടിൻ്റെ വ്ലോഗ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അതിൽ റിസോർട്ടിൻ്റെ കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് അപ്ലോഡ് ചെയ്തിട്ടായിരിക്കും അത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും കാണണം. എക്സ്പെർട്ട്. അപ്പോൾ നമ്മുടെ മെക്സിക്കൻ ട്രിപ്പിൻ്റെ Day 2 ആണ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെയുള്ള ഒരു അട്രാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് പോവുക, ചിച്ചൻ ഇറ്റ്സ എന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല അവരുടെ പാക്കേജിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ നമ്മുടെ മെയിൻ ലക്ഷ്യം ചിച്ചൻ ഇറ്റ്സയാണ്. ഇതൊരു 11 hour ടൂറാണ്. കാരണം ഇവിടെ നിന്ന് എങ്ങാണ്ട് 3 hours തന്നെ ഡ്രൈവ് ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ചിച്ചൻ ഇറ്റ്സ മാത്രം കാണണം എന്നുള്ളൂ.
ജസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് തിരിച്ചു പോരാൻ പറ്റിയ ഞങ്ങളും തിരിച്ചു വന്നിരിക്കും ഗൈസ്. ഇപ്പം ഇവിടെ 6:30 ആയിട്ടുള്ളൂ. നമ്മളിവിടെ സെക്യൂരിറ്റി ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാൻ നമ്മളൊരു പാക്കേജ് ആയിരുന്നു ചിച്ചൻ ഇറ്റ്സ കാണാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ ഇവിടെ വന്ന് പിക്കപ്പ് ചെയ്തിട്ട് പോവും. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നത്തെ സൈറ്റ് സീയിങ്ങും ആക്ടിവിറ്റീസും ഉള്ള പാക്കേജ് ഞങ്ങൾ ട്രിപ്പ് അഡ്വൈസർ ത്രൂ ആയിരുന്നു ബുക്ക് ചെയ്തത്. 2 പേർക്കും കൂടി $162 ആയത്. ഇതിൽ ചിച്ചൻ ഇറ്റ്സ, സെനോട്സ്, ടെക്കില ടേസ്റ്റിംഗ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ സ്റ്റിക്കർ പോയാൽ നമ്മളെ കൊണ്ടുപോകില്ലായിരിക്കും. പുള്ളിയാണെങ്കിൽ ഇംഗ്ലീഷും സ്പാനിഷും മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. വിഷ്ണുവേട്ടൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് സ്കൂളിൽ സ്പാനിഷ് ആയതുകൊണ്ട് വിഷ്ണുവേട്ടൻ എന്താണ്ടൊക്കെ മനസ്സിലായിന്നാ പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലായില്ല. എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡാണ് ടോട്ടിയും ടാക്കോസും. ഇവിടുത്തെ മയൻ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു അമ്മച്ചി നമുക്കത് ഉണ്ടാക്കി തന്നു. നല്ല സോഫ്റ്റ് ടോട്ടി ആയിരുന്നു. നല്ല സോഫ്റ്റാ, ഫ്രഷ്. Ahora pues you will see todo lo que es obsidiana. When you turn it around like this, le da la vuelta así. And of course, it's a representation of a cycle. The way of protecting the dreams, la manera de proteger los sueños from the bad energy. അതുപോലെ അവിടെ മായൻസിന്റെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ടിപ്പൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ അവരുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ, ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട്. മായൻ ആർട്സിനെയൊക്കെ പറ്റി പറഞ്ഞു തന്നിട്ട് നമ്മുടെ ഗൈഡ് നമ്മളെ നേരെ കൊണ്ടുപോയത് ഇവരുടെ മ്യൂസിയത്തിലേക്കാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാം. ബട്ട് പൊന്നു ഗൈസ്, ഭയങ്കര പൈസയാണ്. ഞാൻ ഇവിടുന്ന് മേടിക്കാൻ സജസ്റ്റ് ചെയ്യില്ല. ഇതിന് ലാഭത്തിന് നിങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും. നമ്മളിങ്ങനെ കണ്ണും കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോഴും വീഡിയോയിൽ കാണുന്ന പോലെയല്ല. ഇത് കുറച്ച് വെയിലൊക്കെ വരുന്നിടത്ത് വെക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് തിളങ്ങും. അതുപോലെ രാത്രി ഇരുട്ടത്തൊക്കെ നന്നായിട്ട് തിളങ്ങുന്നതാണ് ഇവർ പറഞ്ഞത്. പൈസ കൂടുതലാണെങ്കിലും ഈ സാധനങ്ങളുടെയൊക്കെ ക്വാളിറ്റി പറയാതിരിക്കാൻ പറ്റില്ല. പുറത്ത് ഈ സെയിം ക്വാളിറ്റിക്കാണോ കിട്ടണേന്നും നമുക്കറിയില്ല കേട്ടോ. ചില ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ നമ്മൾ ഓരോ കൺട്രി പോകുമ്പോൾ പൈസയൊന്നും നോക്കില്ല, എത്ര എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിലും അവരുടെ നല്ല ക്വാളിറ്റിയിലുള്ള ഒറിജിനൽ സാധനങ്ങൾ മേടിക്കണം എന്ന് മൈൻഡുള്ളവർ. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ എന്തായാലും ഇവിടുന്ന് മേടിക്കാം. ഞാൻ എന്തായാലും അങ്ങനത്തെ ആളല്ല. ഞാൻ കുറച്ച് പൈസയൊക്കെ നോക്കിയിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുള്ളൂ. ഇത് സോളാറിൻ്റെ എന്തോ ഒരു സംഭവം. ഇത് നമുക്ക് പെൻഡൻ്റ് ആയിട്ടും യൂസ് ചെയ്യാം. ഈ പെൻഡൻറ്റിൽ കൂടി നോക്കുമ്പോൾ നമുക്ക് ശരിക്കും റൗണ്ട് ഷേപ്പായിട്ട് സണ്ണിനെ കാണാം. അതുപോലെ ഓരോ പെൻഡൻറ്റിലും ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഒക്കെ പടം ഉണ്ടാവും. അത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ടാണ് അവർ നമുക്ക് തരുന്നത്. അവരുടെ കൾച്ചർ അനുസരിച്ചിട്ട് എൻ്റെ ആനിമൽ ഫോക്സും വിഷ്ണുവേട്ടന് സ്നേക്കുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് അത് വേണമെങ്കിൽ ഒരു മെമ്മറിക്ക് സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ പെൻഡൻ്റായിട്ടോ യൂസ് ചെയ്യാം. പക്ഷെ കുറച്ച് കത്തിയാ. എത്ര? അയ്യോ, $440 സാധന. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ ആയിട്ടൊരു നൈറ്റ് ഫംഗ്ഷന് പോണത് നൈസ്. ഇവിടെ ഇഷ്ടം പോലെ സോനിയേഴ്സ് വെച്ചിട്ടുണ്ട്. ഒരു 5 എണ്ണത്തിന് $24 റേറ്റ് വരുന്നത്. ഞങ്ങൾ ആകെ അവിടുന്ന് ഒരു ക്യാപിച്ചീനോ മാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വായി വെക്കാൻ കൊള്ളുമായിരുന്നു ഗൈസ്. ചിച്ചിനെറ്റ്സിലേക്ക് നമുക്ക് പോകുമ്പോൾ നോർമൽ ഫോട്ടോഗ്രാഫി, ക്യാമറ, ഇങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സാധനവും കൊണ്ടുപോകാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ ഓസ്മോ പോക്കറ്റ് 3 ഉണ്ടായിരുന്നു. അതൊന്നും അവിടെ അലൗഡ് അല്ല കേട്ടോ. ആൾക്കാർ വലിയ കാര്യമായിട്ടൊക്കെ നോക്കി നിൽക്കണം. നമ്മുടെ നാട്ടിലെ ചേമ്പ്. ഈ ചിച്ചൻ ഇറ്റ്സ എന്ന് പറഞ്ഞാൽ മെക്സിക്കോ ഉള്ള പഴയ ഒരു മായൻ സിറ്റിയാണ്. ഇവിടെയുള്ള എൽ കസ്റ്റിയോ എന്ന പിരമിഡ് വളരെ ഫേമസ് ആണ്. 2007 വന്ന 7 ലോകാത്ഭുതങ്ങളിൽ ഒരു ലോകാത്ഭുതമാണ് ചിച്ചൻ ഇറ്റ്സ. ഈ പിരമിഡിന് 365 സ്റ്റെപ്സ് ഉണ്ട്. അതായത് മായൻ കലണ്ടറിലെ 365 ദിവസങ്ങളായിട്ടാണ് ഈ 365 സ്റ്റെപ്സിനെ പറയണത്. ഇതിന്റെ 4 വശത്തായിട്ടും 91 സ്റ്റെപ്പ്, അപ്പൊ 364. പിന്നെ മേളിലത്തെ പ്ലാറ്റ്ഫോമും കൂടെ കൂട്ടിയാണ് 365. ഞങ്ങൾക്ക് ഒരു വലിയ അബദ്ധം പറ്റി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ക്യാബ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എടുക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേളിലും കണ്ടായിരുന്നു. അപ്പം ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ വിഷ്ണുവേട്ടൻ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ പാക്ക് ചെയ്തപ്പോൾ അതൊക്കെ വിട്ടുപോയി. ഇവിടെ വന്നപ്പോഴാണ് ഈ ക്യാപ്പ് ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ഞങ്ങൾ സൺസ്ക്രീൻ എല്ലാം ഇട്ടിട്ടുണ്ട്. വന്ന് 1 മണിക്കൂറായില്ല. അതിന് മുന്നേ ഫുള്ള് ടാനായി തുടങ്ങി.
ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ എക്കോ ഉണ്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ ക്ലാപ്പ് ചെയ്യുമ്പോൾ ഒക്കെ നന്നായിട്ട് എക്കോ കേൾക്കായിരുന്നു. ചിച്ചിനിറ്റ്സിൽ നിന്ന് ഇറങ്ങിയ വഴി ഞങ്ങൾ കുറച്ച് സോവിനിയേഴ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ബാർഗെയിൻ ചെയ്ത് നല്ലൊരു ഡീലിലാണ് കിട്ടിയത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ചിച്ചിനിറ്റ്സ് നമ്മൾ കണ്ടു. പിരമിഡിന്റെ അവിടെ ഇവിടെയൊക്കെ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഭയങ്കര വെയിലായതുകൊണ്ട് നമുക്ക് അങ്ങ് നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ക്ലൈമറ്റാണ് ഇവിടെ. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് 2 സോവിനിയേഴ്സ് 100 പെസോസ്, അതായത് ഒരു $5 US ഡോളർ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ബാർഗെയിൻ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാ. അറിയില്ല നമുക്കത് ലാഭത്തിനാണോ കിട്ടിയെന്ന്. എന്തായാലും ബാർഗെയിൻ ചെയ്താൽ മേടിച്ചത്. ഇനിയിപ്പോ നമ്മുടെ പാക്കേജിൽ നമുക്ക് ലഞ്ച് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ടെക്കില ടേസ്റ്റിംഗ് ഉണ്ട്. പിന്നെ സെനോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്, അവിടെ പോകണം. അപ്പൊ നമുക്ക് വണ്ടി കയറാം. ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണെങ്കിലും സെനോട്ടെ പോകുമ്പോഴാണെങ്കിലും സെയിം ഗൈഡും ആൾക്കാരൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് കയ്യിൽ ഓരോ തവണ ഓരോ ബാൻഡായിരുന്നു അവർ തരുന്നുണ്ടായിരുന്നത്. ട്രഡീഷണൽ രീതിയിലുള്ളൊരു പൈപ്പൊക്കെയാണ്. കുഴപ്പമില്ല, നല്ലൊരു തണുത്ത ജ്യൂസ്. ഫ്ലേവർ എന്താ? ഒരു അങ്ങനെ മധുരം ഇല്ല, ഒന്നും അങ്ങനെ പുളിയില്ല. കുഴപ്പമില്ല. ഫ്രൂട്ടാണോ? റിയൽ ഫ്രൂട്ടാണോ? എനിക്കറിയില്ല, എന്തോ ഒരു ജ്യൂസ്. ഇന്നത്തെ നമ്മുടെ ലഞ്ചിൽ ബൊഫെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ടാക്കോസ് ഉണ്ടായിരുന്നു. ടാക്കോസിൽ അവർ ടോർട്ടിയിൽ നമുക്ക് ചിക്കൻ വേണോ പോർക്ക് വേണോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് അത് വെച്ച് തരും. അൺലിമിറ്റഡ് ആണ്, നിങ്ങൾക്ക് എന്തോരം വേണമെങ്കിലും മേടിക്കാം. അതുപോലെ തന്നെ അതിലെ ഫില്ലിങ്സും സോസും എല്ലാം നമ്മൾ തന്നെയാണ് ഒഴിക്കണത്. മെക്സിക്കൻസിൻ്റെ മെയിൻ ഫുഡ് ആയതുകൊണ്ട് തന്നെ ടാക്കോസ് നമ്മൾ സ്ട്രീറ്റിൽ നിന്നും റിസോർട്ടിൽ നിന്നും കുറേ അങ്ങനെ പല സ്ഥലത്തു നിന്നും കഴിച്ചെങ്കിലും ഇവിടുന്ന് കഴിച്ചതായിരുന്നു ഞങ്ങൾ ലൈഫിൽ കഴിച്ചത് വൺ ഓഫ് ദ ബെസ്റ്റ് ടാക്കോസ്. എനിക്കും വിഷ്ണുവേട്ടനും ഒരേപോലെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ടാക്കോസ് ഭയങ്കര അടിപൊളിയായിരുന്നുകൊണ്ട് ബൊഫെ നല്ല എക്സ്പെക്റ്റേഷനോടുകൂടിയായിരുന്നു പോയെടുത്തത്. പക്ഷെ ആവറേജ് ഫുഡായിരുന്നു, അത്ര അടിപൊളി എന്നൊന്നും പറയാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്ര അധികം നമ്മൾ കഴിച്ചുമില്ല. ഫുഡ് കഴിച്ച് നമ്മൾ നേരെ സെനോട്ടയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇന്ന് ഇറങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല, ബിക്കോസ് നമ്മൾ നാളെ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ സെനോട്ടയുണ്ട്. സോ നാളെ ഇറങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നാട്ടിൽ പാടമൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു ഫീല് കണ്ടോ നിങ്ങൾക്ക്? ഇതേ തെങ്ങ്. എല്ലാ കൺട്രികൾക്കും അല്ലെങ്കിൽ ഒരുവിധം എല്ലാ സ്ഥലങ്ങൾക്കും അവരുടേതായ ഒരു ഡ്രിങ്ക് ഉണ്ടാവില്ലേ, ആൽക്കഹോളൊക്കെ. ഇവിടെ മെക്സിക്കോക്ക് ആണെങ്കിൽ അത് ടെക്കീലയാണ്. കേരളത്തിൻ്റെ ബ്രാൻഡി, കള്ളവാറ്റ്, കള്ള്. ശരി, എനിക്കറിയായിരുന്നു. കേരളത്തിന്റെ കള്ള് നമ്മുടെ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ പഴയ വീട്ടിലാണെങ്കിൽ ചെത്തുകളില് നമ്മുടെ വീട്ടിൽ നിന്ന് അതന്നെ. ശരിയാട്ടോ, ഞാൻ പെട്ടെന്ന് ഇപ്പോഴാണ് ഓർത്തത്. അങ്ങനെ ഇപ്പോൾ മെക്സിക്കോയ്ക്ക് ടെക്കീല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ടെക്കീല ടേസ്റ്റിങ്ങിന് വന്നേക്കുക. ഇതൊരു ആർട്ട് ഗാലറിയും കൂടെ. അപ്പോൾ നമുക്കതൊക്കെ കണ്ടുകൊണ്ട് കുടിക്കാം. ഇവരുടേതായ ¿Qué tal? Good? Excellent. This is the first. The second one is a one mezcal. This is the presentation for the second one. It's a one mezcal. 1, 2, 3. Drink it, please. Good? Excellent. This is the second one. Last one is a one cocktail. Okay? We make this cocktail. Drinking, please. Drinking. Excellent. Perfect. Remember, the first one is a one tequila, second one. 3 ടേസ്റ്റ് ചെയ്തതിൽ വിഷ്ണുവിനെ ഏതാ ഇഷ്ടപ്പെട്ടെ? പൈനാപ്പിൾ അല്ലായിരുന്നു, രണ്ടാമത് സ്ട്രോബെറി ആയിരുന്നോ? റോസ് വാട്ടർ ടൈപ്പ്. സ്ട്രോബെറി ആയിരുന്നോന്ന് അറിയില്ല. എനിക്കും രണ്ടാമതും മൂന്നാമതും കുടിച്ചത് പൈനാപ്പിളാ. 2ഉം 3ഉം ഇഷ്ടമായത്. ആദ്യത്തെ നമ്മുടെ ഫ്ലേവേർഡ് അല്ലാത്ത നോർമൽ ടെക്കീല, 2ഉം 3ഉം സ്പെഷ്യൽ. ടെക്കീല ടേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞൊരു ഹാഫ് ആൻ അവർ നമ്മളോട് അവിടെ സിറ്റി എല്ലാം ചുറ്റി കണ്ടോളാൻ പറഞ്ഞു. ഫസ്റ്റ് തന്നെ ഞാനും വിഷ്ണുവേട്ടനും പോയത് അവിടെ ഉള്ളൊരു ചർച്ചിലായിരുന്നു. അതൊരു സ്പാനിഷ് ചർച്ചായിരുന്നു. കാണാനൊക്കെ നല്ല അടിപൊളി, നല്ല ഭംഗിയുള്ളൊരു ചർച്ചായിരുന്നു. നാട്ടിലെ പോലെ ഒന്നുമല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചർച്ചാണ്.
ചേട്ടാ ടേസ്റ്റ് ചെയ്തിട്ട് അവിടെ നിൽക്ക്. കൊള്ളാവോ? എല്ലാം മധുരമുള്ള മാമ്പഴത്തിലും ഉപ്പും മുളക് ഇട്ട് കഴിക്കുന്നില്ലേ? വേണ്ടായിരുന്നല്ലേ ഉപ്പും മുളകും? അല്ല, നമ്മള് പേരക്കലൊക്കെ ഇട്ട് കഴിക്കാറില്ലേ? നല്ല മധുരമുള്ള മാമ്പഴം. അല്ലെങ്കിൽ ഉപ്പും മുളക് ഇട്ടിട്ട് ഇതില് 2 മാംഗോ ഇട്ടിട്ടുണ്ട് അവര്. 40 പെസോ. ആക്ടിവിറ്റി എല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി ആസ് യൂഷ്വൽ ഫുഡ് അടിക്കാൻ പോകും. ഇന്നലെ നമ്മൾ പോയത് റിവറാണോ സൺസെറ്റ് ആണോ വിഷ്ണുട്ടാ, ഏതോ സൺസെറ്റ് ആണെന്ന് തോന്നുന്നു. ഇന്ന് നമ്മൾ ബഫേ കഴിക്കാൻ പോണത് വേറൊരു റെസ്റ്റോറൻറ്റിലാണ്. മാർച്ച് 20th, അതായത് നാളെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് പ്രത്യേകിച്ച് കേക്കൊന്നും മേടിച്ചില്ല. നമ്മുടെ ബഫേ തന്നെ കുറേ ഡെസേർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു കേക്ക് മേടിച്ച് ഒരു കഷ്ണം ഞാൻ അങ്ങോട്ടും ഒരു കഷ്ണം വിഷ്ണുവിൻ്റെ ഇങ്ങോട്ടും അങ്ങനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. പാർട്ട് 2 വീഡിയോയിലായിരിക്കും നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസും വേറെ കുറേ സംഭവ വികാസങ്ങളും എല്ലാം ഇടാൻ പോണത്. അപ്പോൾ അത് മിസ് ചെയ്യാതെ കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.